Good afternoon, all. Good afternoon. Then, our last class is key issues and challenges. Next topic I started in Okay, Alright. I know. Okay, now key issues and challenges faced by EHR system. Electronic health record system face ചെയ്യുന്ന കുറച്ച് challenges അല്ലെങ്കിൽ key issues ആണ് നമ്മൾ ഇന്ന് നോക്കാനായിട്ട് പോകുന്നത്. Good afternoon, Achana. Even though EHR system are widely used. നമുക്കറിയാം EHR system എന്ന് പറയുന്ന ഇലക്ട്രോണിക് ഹെൽത്ത് റെക്കോർഡ് വൈഡ്ലി യൂസ് ചെയ്യുന്നുണ്ടെങ്കിലും അതിന് അതിൻ്റെതായ പ്രോബ്ലംസ് സ്റ്റിൽ എക്സിസ്റ്റ്. ഇന്ന് അതിൻ്റെതായ പ്രോബ്ലംസ് ഉണ്ട്. മെയിൻ ഇഷ്യൂസ് മെയിൻ ആയിട്ട് വരുന്ന 3 ഇഷ്യൂസ് ആണ് EHR സിസ്റ്റം ഫേസ് ചെയ്യുന്ന 3 ഇഷ്യൂസ് ആണ് നമ്മൾ നോക്കുന്നത്. ഇൻട്രോ ഓപ്പറേറ്റബിലിറ്റി, സിസ്റ്റം വർക്കിംഗ് ടുഗദർ. നമുക്ക് ഇലക്ട്രോണിക് ഹെൽത്ത് റെക്കോർഡ്സ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, എല്ലാം ഒരു ടുഗദർ ആയിട്ട് വർക്ക് ചെയ്യാനായിട്ട് പറ്റും. യൂസബിലിറ്റി, easy of use, health, IT safety, health information technology safety. ഈ 3 challenges ആണ് ഇഷ്യൂസ് ആണ് നമ്മൾ EHR സിസ്റ്റം മെയിൻ ആയിട്ട് ഫേസ് ചെയ്യുന്നത്. ഫോളോയിങ് ഓരോന്നായിട്ട് പറയാണ്. Interoperability എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ the ability of one system to share and use the health data from another system. മറ്റൊരു സിസ്റ്റത്തിന്റെ എന്താണ് ഹെൽത്ത് ഡാറ്റാസും കാര്യങ്ങളും നമുക്ക് യൂസ് ചെയ്യാനും ഷെയർ ചെയ്യാനൊക്കെ പറ്റും. Should work without extra effort from users. നമ്മൾ യൂസേഴ്സിന്റെ അടുത്ത് വീണ്ടും ഡാറ്റാസും കാര്യങ്ങളും കളക്ട് ഒന്നും ചെയ്യാതെ തന്നെ ഇലക്ട്രോണിക് ഹെൽത്ത് റെക്കോർഡ് EHR സിസ്റ്റത്തിൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു ഇൻഫർമേഷൻ കാര്യങ്ങളൊക്കെ നമുക്ക് ഒപ്റ്റെയിൻ ചെയ്യാനായിട്ട് പറ്റും. ശരിക്കും പറഞ്ഞാല് അത് ചെറിയ ബാരിയേഴ്സ് ഉണ്ട്. കാരണം ഡിഫറെന്റ് ലോസ് നമുക്ക് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ തന്നെ ഇന്ററോപ്പറേറ്റബിലിറ്റി ഉണ്ടെങ്കിലും നമ്മൾ ഡിഫറെന്റ് സ്റ്റേറ്റ്സിന് ഡിഫറെന്റ് ലോസും കാര്യങ്ങളായിരിക്കും. കാര്യം പേഷ്യൻസിന്റെ ഹെൽത്ത് റെക്കോർഡ് റിലേറ്റഡ് ആയിട്ടുള്ള ഇൻഫർമേഷൻസ് ആണ് EHR സിസ്റ്റത്തിലുള്ളത്. സോ ഈ ഇൻഫർമേഷൻസും കാര്യങ്ങളും നമുക്ക് ഡിഫറെന്റ് സ്റ്റേറ്റിന് ഡിഫറെന്റ് ലോ ആയിരിക്കും. സോ നമുക്കത് എപ്പോഴും ആക്സസബിൾ ആവണമെന്നില്ല. പിന്നെ പേയ്മെന്റ് സിസ്റ്റം ഡു നോട്ട് സപ്പോർട്ട് ഡാറ്റ ഷെയറിംഗ്. പേയ്മെന്റ് ഇൻസെന്റീവ്സ് ആർ നോട്ട് അലൗഡ് ടു സപ്പോർട്ട് ഇന്ററോപ്പറേറ്റബിലിറ്റി. പേയ്മെന്റ് ഇൻസെന്റീവ് സിസ്റ്റം ആണെങ്കിൽ അതിന്റെ ഈ ഇൻഫർമേഷൻസ് ഷെയർ ചെയ്യാനായിട്ട് അലോ ചെയ്യുന്നില്ല. പ്രൈവസി ലോ നമുക്കറിയാം അല്ലെ, ഒരു വ്യക്തിയുടെ ഹെൽത്ത് റെക്കോർഡ് റിലേറ്റഡ് ആയിട്ടുള്ള ഇൻഫർമേഷൻസ് ഷെയർ ചെയ്യാന്ന് പറയുന്നത് പ്രൈവസി ലോസ് ആണ്, അല്ലെങ്കിൽ ഒരു വ്യക്തിയുടെ റിലേറ്റ് ചെയ്യുന്ന പ്രൈവസി ആണ്. സോ പ്രൈവസി ലോ ഡിഫറെന്റ് ആൻഡ് ആർ സംടൈം മിസ് അണ്ടർസ്റ്റുഡ്. പ്രൈവസി ലോസും കാര്യങ്ങളൊക്കെ മിസ് അണ്ടർസ്റ്റുഡ് ആവാനുള്ള ചാൻസ് ഉണ്ട്. ഹെൽത്ത് ഡാറ്റ ഈസ് നോട്ട് സ്റ്റാൻഡർഡൈസ്ഡ്. നമുക്ക് എല്ലാ ഹെൽത്ത് ഡാറ്റാസും സ്റ്റാൻഡർഡൈസ്ഡ് ആണ് എന്ന് നമുക്ക് പറയാനായിട്ട് പറ്റില്ല. ലാക്ക് ഓഫ് ട്രസ്റ്റ് ബിറ്റ്വീൻ പ്രൊവൈഡർ ആൻഡ് പേഷ്യന്റ്. പേഷ്യന്റും പ്രൊവൈഡറും തമ്മിൽ ട്രസ്റ്റ് നഷ്ടപ്പെട്ടു പോകും. കാരണം നമ്മുടെ ഇൻഫർമേഷൻസ് പേഷ്യന്റിനെ കൺസേൺ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ കുറിച്ചിട്ടുള്ള വാലിഡ് ആയിട്ടുള്ള ഇൻഫർമേഷൻസ് എന്ത് ചെയ്തു ഹോസ്പിറ്റലിൽ ലീക്ക് ആയി എന്നുള്ള രീതിയിലായിരിക്കും അവര് റിപ്ലൈ ചെയ്യുന്നത്. സോ ഇത്രയും പ്രശ്നങ്ങളാണ് സാധാരണയായിട്ട് വരുന്നത്. നമുക്ക് key issues and challenges like നോക്കാം. Speak the proliferation in adaptation and use of EHR system. EHR system വരുന്ന challenges പ്രശ്നങ്ങളും പ്രോബ്ലംസ് ആണ് നമ്മൾ നോക്കുന്നത്. The health providers and the organization still face critical issues and challenges relating to interoperability. നമ്മൾ ഈ ഹെൽത്ത് ഇൻഫർമേഷൻ അല്ലെങ്കിൽ ഹെൽത്ത് ഇലക്ട്രോണിക് ഹെൽത്ത് റെക്കോർഡ് സിസ്റ്റം മെയിൻറ്റെയിൻ ചെയ്യുന്നതിൽ ഒരുപാട് പ്രോബ്ലംസ് നമ്മൾ ഫേസ് ചെയ്യുന്നുണ്ട്. ഫസ്റ്റ് വൺ ഈസ് ഇന്ററോപ്പറേറ്റബിലിറ്റി, യൂസബിലിറ്റി ആൻഡ് ഹെൽത്ത് IT സേഫ്റ്റി പ്രോബ്ലംസ്. ഫോളോയിങ് ഈസ് എ ബ്രീഫ് ഡിസ്ക്രിപ്ഷൻ ഓഫ് ഈച്ച്. താഴെ പറയുന്നതാണ് ഈ മൂന്ന് ഏരിയസിനെ കുറിച്ചിട്ടുള്ള ബ്രീഫ് ഡിസ്ക്രിപ്ഷൻ. Interoperability means, in simple terms, interoperability is the ability of a system to exchange electronic health information. എന്താണ് interoperability എന്ന് പറയുന്നത്?
ability of a system to exchange electronic health information. നമുക്ക് ഇലക്ട്രോണിക് ഹെൽത്ത് ഇൻഫർമേഷൻസും കാര്യങ്ങളും എന്ത് ചെയ്യാൻ എക്സ്ചേഞ്ച് ചെയ്യാനുള്ള ഒരു എബിലിറ്റി കാര്യങ്ങളാണ് ഇൻട്രോ ഓപ്പറേറ്റബിലിറ്റിയിൽ പറയുന്നത്. ആൻഡ് യൂസ് ഇലക്ട്രോണിക് ഹെൽത്ത് ഇൻഫർമേഷൻ. നമുക്ക് ഇലക്ട്രോണിക് ഹെൽത്ത് ഇൻഫർമേഷൻസ് യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് എന്താ ചെയ്യാൻ പറ്റും? ഇൻഫർമേഷൻസ് ഷെയർ ചെയ്യാനും യൂസ് ചെയ്യാനൊക്കെ പറ്റും. ഫ്രം വൺ സിസ്റ്റം വിത്തൗട്ട് സ്പെഷ്യൽ എഫേർട്ട് ഓൺ ദ പാർട്ട് ഓഫ് ദ യൂസേഴ്സ്. യൂസേഴ്സിന്റെ എക്സ്ട്രാ എഫേർട്ട് ഒന്നും വേണ്ട. നമുക്ക് ഇൻഫർമേഷൻസും കാര്യങ്ങളും നമുക്ക് ഏതൊരു സിസ്റ്റത്തിൽ എടുത്തുകൊണ്ട് പോലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അക്സസ് ചെയ്യാനായിട്ട് പറ്റുന്ന ഒരു ഫെസിലിറ്റിയാണ് ഇൻട്രോ ഓപ്പറേറ്റബിലിറ്റി എന്ന് പറയുന്നത്. ബാരിയേഴ്സ് ടു ഇൻട്രോ ഓപ്പറേറ്റബിലിറ്റി. ഇൻട്രോ ഓപ്പറേറ്റബിലിറ്റിക്ക് അതിൻ്റെതായ ബാരിയേഴ്സ് ഉണ്ട്. കാരണം ഓരോ സ്റ്റേറ്റിലെയും ലോയും ഡിഫറെന്റ് ആണ്. അപ്പോ അതുകൊണ്ട് നമുക്ക് ചിലപ്പോ സ്റ്റേറ്റ് വൈസ് അല്ലെങ്കിൽ സ്റ്റേറ്റ് ഇൻഫർമേഷൻസും കാര്യങ്ങളും കിട്ടണമെന്നില്ല. States have different laws and regulations, make it difficult to share health information across the state line. സ്റ്റേറ്റിൽ നിന്ന് ഹെൽത്ത് ഇൻഫർമേഷൻസ് നമുക്ക് ഷെയർ ചെയ്യാനായിട്ട് പറ്റണമെന്നില്ല. കാരണം ഓരോ സ്റ്റേറ്റിനും അതിൻ്റെതായ ഹെൽത്ത് റെഗുലേഷൻസും ലോസ് ഒക്കെയാണ്. പേയ്മെന്റ് ഇൻസെന്റീവ് ആർ നോട്ട് അലൈൻഡ് ടു സപ്പോർട്ട് ഇൻട്രോ ഓപ്പറേറ്റബിലിറ്റി. പേയ്മെന്റ് ഇൻസെന്റീവ് കാര്യങ്ങളും എന്ത് ചെയ്യുന്നില്ല? ഇൻട്രോ ഓപ്പറേറ്റബിലിറ്റിനെ സപ്പോർട്ട് ചെയ്യുന്നില്ല. പ്രൈവസി ലോ ഡിഫർ ആൻഡ് ആർ മിസ്ഇൻറ്റർപ്റ്റഡ്. പ്രൈവസി ലോസ് ഓരോ സ്റ്റേറ്റിലും ഡിഫറെന്റ് ആയിരിക്കും. എല്ലാ സ്റ്റേറ്റിലും നമുക്ക് ഈ ഹെൽത്ത് ഇൻഫർമേഷൻസ് ഷെയർ ചെയ്യാൻ പറ്റണമെന്നില്ല. ഇത് ഷെയർ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ തന്നെ ഇന്ന കാര്യങ്ങൾ മാത്രമേ ഷെയർ ചെയ്യാൻ പറ്റൂ എന്നുണ്ട്. അതൊക്കെ നോക്കിയിട്ടായിരിക്കും നമുക്ക് ആ ഡാറ്റാസും കാര്യങ്ങളും ആക്സസ് ചെയ്യാനായിട്ട് പറ്റുന്നത്. ഹെൽത്ത് ഇൻഫർമേഷൻ ഇസ് നോട്ട് സിഗ്നിഫിക്കന്റ്ലി സ്റ്റാൻഡർഡൈസ്ഡ്. എല്ലാ ഹെൽത്ത് ഇൻഫർമേഷനും ഒരു സെയിം സ്റ്റാൻഡർഡൈസ്ഡ് ആണ്, സെയിം ലെവലിലാണ് മെയിൻറ്റെയിൻ ചെയ്യുന്നത് നമുക്ക് പറയാൻ പറ്റില്ല. There is a lack of trust among health care providers and customers. So, ഇവിടെ കൺസ്യൂമേഴ്സ് എന്ന് പറയുന്നത് നമ്മുടെ പേഷ്യൻസും ഹെൽത്ത് കെയർ പ്രൊവൈഡേഴ്സും തമ്മിൽ ഒരു ട്രസ്റ്റ് ഇഷ്യൂ വരാനുള്ള ചാൻസ് ഉണ്ട്. കാരണം നമ്മുടെ ഇൻഫർമേഷൻസ് അവര് മറ്റൊരാൾക്ക് പാസ് ചെയ്തു എന്നുള്ള രീതിയിൽ അത് ചിത്രീകരിക്കപ്പെടാനുള്ള ചാൻസ് ഉണ്ട്. അതുകൂടി ഇൻട്രോപ്പറേറ്റബിലിറ്റിയിൽ ശ്രദ്ധിക്കേണ്ടതാണ്. ഇനി യൂസബിലിറ്റി നോക്കാം. ഡോക്ടർ ഓഫ്റ്റൻ ഫൈൻഡ് EHR സിസ്റ്റം ഡിഫിക്കൽട്ട് ടു യൂസ്. ഇന്ന് ഡോക്ടേഴ്സ് തന്നെ പറയുന്നുണ്ട് EHR സിസ്റ്റം കോമൺലി എല്ലാവർക്കും അത് യൂസ് ചെയ്യാൻ പറ്റുന്ന സിസ്റ്റം അല്ല എന്ന് പറയുന്നത്. പ്രോബ്ലംസ് വരാനുള്ള ചാൻസ് ഉണ്ട്. കൺഫ്യൂഷൻ സ്ക്രീൻ, നമ്മൾ സ്ക്രീൻ ഓപ്പൺ ചെയ്യുന്ന കൺഫ്യൂഷൻ കാര്യങ്ങൾ, അൺക്ലിയർ ആയിട്ടുള്ള സിംബൽസ് ഐക്കൺസ് ഒക്കെ വരുമ്പോൾ നോർമലി സാധാരണ ആൾക്കാർക്ക് മനസ്സിലാവുന്നില്ല. സിസ്റ്റം നോട്ട് മാച്ചിങ് ഡോക്ടേഴ്സ് വർക്ക് ഫ്ലോ, നമ്മുടെ ഡോക്ടേഴ്സിന്റെ വർക്ക് ഫ്ലോ ആയിട്ട് മാച്ച് ചെയ്യുന്നില്ല. പിന്നെ ഡിഫിക്കൽട്ട് ഇൻ ഗെറ്റിംഗ് ഇൻസൈറ്റ് ഫ്രം ദ ഡാറ്റ. ആ ഡാറ്റയുടെ ഉള്ളിൽ നിന്ന് നമുക്ക് കൂടുതലായിട്ട് ഇൻഫർമേഷൻസ് കിട്ടാതെ വരുന്നതും എന്താണ് ഇതിന്റെ യൂസബിലിറ്റിനെ ബാധിക്കുന്ന ഒരു പ്രശ്നമാണ്. നോക്കാം. In addition to interoperability concerns, clinicians often express frustration with the usability of EHR system. അപ്പോൾ ഡോക്ടേഴ്സ് EHR system യൂസ് ചെയ്യുന്നതിൽ ആ ഒരു യൂസബിലിറ്റിയും കാര്യങ്ങളും പ്രശ്നങ്ങളൊക്കെ പറയുന്നുണ്ട്. ആൻഡ് അതർ ക്ലിനിക്കൽ ഇൻഫർമേഷൻ സിസ്റ്റം, EHR system easily usable അല്ല എന്ന് പറയുന്നത് കുറച്ച് ഡിഫിക്കൽട്ട് ആണ്. In fact, 55% of physicians reported that it was difficult or very difficult to use, very difficult to use. Okay, നമ്മൾ പറഞ്ഞത് യൂസബിലിറ്റിനെ കുറിച്ചിട്ടാണ്. In fact, 55% of physicians reported that it was difficult or very difficult to use. EHR system വളരെ ഡിഫിക്കൽട്ട് ആയിട്ട് അല്ലെങ്കിൽ ഭയങ്കര ഡിഫിക്കൽട്ട് ആണ് ഫിസിഷ്യൻസിന് യൂസ് ചെയ്യാനായിട്ട്.
Common frustrations involve confusing display. സാധാരണയായിട്ട് വരുന്ന ഫ്രസ്ട്രേഷൻസ് അല്ലെങ്കിൽ കംപ്ലൈൻറ്റ്സ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ ഡിസ്പ്ലേ കാര്യങ്ങളൊക്കെ കൺഫ്യൂസിങ് ആണ്, ഇൻകൺസിസ്റ്റന്റ്, അത് മാറിക്കൊണ്ടിരിക്കും, or unclear iconography, നമ്മുടെ ഐക്കൺസും കാര്യങ്ങളും അൺക്ലിയർ ആണ്, and feeling that the system do not support clinicians cognitive workflow. ഓരോ വ്യക്തിയുടെയും കോഗ്നിറ്റീവ് വർക്ക്ഫ്ലോനെ കുറിച്ചിട്ടൊന്നും പറയുന്നില്ല എന്നത് പ്രശ്നമാണ്. സിസ്റ്റം നോട്ട് മാച്ച് ഡോക്ടേഴ്സ് വർക്ക് ഫ്ലോ കാര്യങ്ങളൊന്നും ക്ലിയർലി ചെയ്യുന്നില്ല. ഓർ ഹിൻഡർ their ability to easily draw insight. ഓരോ കാര്യങ്ങൾ മനസ്സിലാക്കാനായിട്ട് പെട്ടെന്ന് കാര്യങ്ങൾ എന്ത് ചെയ്യാനായിട്ട് കറക്റ്റ് ആയിട്ടുള്ള ഒരു കൺക്ലൂഷനിലേക്ക് എത്തിക്കാനായിട്ട് ഈ ഒരു EHR സിസ്റ്റം കുറച്ച് പ്രശ്നമാണ് എന്ന് ഒരുപാട് ഫിസിഷ്യൻസ് റിപ്പോർട്ട് ചെയ്യും. നെക്സ്റ്റ് പറയുന്നത് ഹെൽത്ത് IT സേഫ്റ്റി ആണ് പറയുന്നത്. In 2011 the Institute of Medical published a report titled Health IT and Patient Safety. അപ്പോൾ 2011 ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിസിൻസ് പബ്ലിഷ് ചെയ്തിരിക്കുന്ന ഒരു റിപ്പോർട്ടാണ് ഹെൽത്ത് IT ആൻഡ് പേഷ്യന്റ് സേഫ്റ്റി എന്ന് പറയുന്നത്. ബിൽഡിംഗ് സേഫർ സിസ്റ്റം ഫോർ better care, in which they outline the number of recommendations to ensure health IT systems are safe. അതിൽ പറയുന്നത് നമ്മുടെ പേഷ്യൻസിന്റെ ഇൻഫർമേഷൻസ് കാര്യങ്ങളും സേഫ് ആയിട്ട് സൂക്ഷിക്കണം, കോൺഫിഡൻഷ്യൽ ആയിട്ട് സൂക്ഷിക്കണം, ഇൻഫർമേഷൻസ് ഒന്നും ഷെയർ ചെയ്യാൻ പാടില്ല, അതേപോലെ അൺസേഫ് ആയിട്ടുള്ള രീതിയിലൊന്നും ഷെയർ ചെയ്യരുത് എന്നതാണ് അവിടെ പറയുന്നത്. ഇത് ബിൽഡ് ചെയ്തിരിക്കുന്നത് തന്നെ സേഫ് സിസ്റ്റം ഫോർ ബെറ്റർ കെയർ, നമ്മുടെ പേഷ്യൻസ് നല്ലൊരു കെയർ കാര്യങ്ങളും പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയുള്ള ഒരു സേഫ് സിസ്റ്റം ആണ്. In brief, they purpose that safety is shared responsibility between vendor and healthcare organization. നമ്മുടെ പേഷ്യൻസിന്റെയും അല്ലെങ്കിൽ വെണ്ടറിന്റെയും അതേപോലെ തന്നെ ഹെൽത്ത് കെയർ ഓർഗനൈസേഷന്റെയും ഉത്തരവാദിത്തമാണ് നമ്മളുടെ EHR സിസ്റ്റത്തിൽ നമ്മൾ പ്രൊവൈഡ് ചെയ്തിരിക്കുന്ന പേഷ്യൻസിന്റെ ഇൻഫർമേഷൻ എന്ന് പറയുന്നത്, ആ ഒരു ഇൻഫർമേഷൻ സേഫ്റ്റി എന്ന് പറയുന്നത്. സേഫ്റ്റി ഇസ് എ ഷെയർഡ് റെസ്പോൺസിബിലിറ്റി ഓഫ് ദ സോഫ്റ്റ്വെയർ കമ്പനീസ് ആൻഡ് ഹോസ്പിറ്റൽസ്. അപ്പോൾ ഇവിടെ വെണ്ടർ എന്ന് ഉദ്ദേശിക്കുന്നത് സോഫ്റ്റ്വെയർ കമ്പനിയാണ്. സോഫ്റ്റ്വെയർ കമ്പനിയുടെയും ഹെൽത്ത് കെയർ ഓർഗനൈസേഷന്റെയും ഷെയർഡ് ആയിട്ടുള്ള റെസ്പോൺസിബിലിറ്റി ആണ് പേഷ്യന്റ് സേഫ്റ്റി, പേഷ്യൻസിന്റെ ഇൻഫർമേഷൻ സേഫ് ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യുക എന്നത്. ഗൈഡ്ലൈൻസ് വേർ ഗീവ് ടു മേക്ക് ഹെൽത്ത് IT സിസ്റ്റം സേഫർ. അപ്പോൾ ഹെൽത്ത് IT സിസ്റ്റം കുറച്ചുകൂടി സേഫർ ആക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിസിൻസ് നമ്മളെ ഹെൽത്ത് IT ആൻഡ് പേഷ്യന്റ് സേഫ്റ്റി എന്ന് പറയുന്ന റിപ്പോർട്ട് പബ്ലിഷ് ചെയ്തിരിക്കുന്നത്. ആ റിപ്പോർട്ടിൽ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ കാര്യങ്ങൾ നമ്മൾ ഫോളോ ചെയ്യണം, പേഷ്യൻസിന്റെ സേഫ്റ്റി കാര്യങ്ങളും ഫോളോ ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെ കാര്യങ്ങൾ നമ്മൾ ഫോളോ ചെയ്യണമെന്ന് അതിൽ ക്ലിയർലി മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഓക്കെ, നോട്ട് ചെയ്യാം. ഒന്ന് വായിച്ചോളൂ ഈ ചലഞ്ചസ്, ഇഷ്യൂസ് ആൻഡ് ചലഞ്ചസ്.
ഓക്കെ, എല്ലാവരും റീഡ് ചെയ്തോ? ഇനി നമ്മൾ നോക്കുന്നത് HIS സോഫ്റ്റ്വെയറിനെ കുറിച്ചിട്ടാണ്. ഹോസ്പിറ്റൽ ഇൻഫർമേഷൻ സിസ്റ്റം സോഫ്റ്റ്വെയർ. ഇതിനെക്കുറിച്ച് നിങ്ങൾ HIS പഠിച്ചിട്ടുണ്ടാവും അല്ലെ? ഡിപ്ലോമയിൽ പഠിച്ചിട്ടില്ലേ? ഓക്കെ, അപ്പൊ ജസ്റ്റ് പറഞ്ഞു പോകുന്നുള്ളൂ. ഹോസ്പിറ്റൽ ഇൻഫർമേഷൻ സിസ്റ്റം സോഫ്റ്റ്വെയർ എന്നാണ് HIS സോഫ്റ്റ്വെയർ മറ്റൊരു പേര്. എന്താണ്? ഹോസ്പിറ്റൽ ഇൻഫർമേഷൻ സോഫ്റ്റ്വെയർ ഫുൾ നെയിം ആണ്. ഹോസ്പിറ്റൽ ഇൻഫർമേഷൻ സിസ്റ്റത്തിന് സോഫ്റ്റ്വെയറിന് വേറൊരു പേരുണ്ട് കേട്ടോ. അതെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഹോസ്പിറ്റൽ മാനേജ്മെന്റ് സോഫ്റ്റ്വെയർ എന്നും കൂടി ഒരു പേരുണ്ട്. ഓക്കെ, HMS സോഫ്റ്റ്വെയറും HIS സോഫ്റ്റ്വെയറും നമ്മൾ കോമൺലി യൂസ് ചെയ്യുന്ന ടേംസ് ആണ്. HIS സോഫ്റ്റ്വെയർ അല്ലെങ്കിൽ HMS സോഫ്റ്റ്വെയർ എന്ന് പറയും. നിങ്ങളുടെ ടെസ്റ്റില് ആദ്യമൊക്കെ പറഞ്ഞത് HMS എന്നാണ് അല്ലെ? ഹോസ്പിറ്റൽ മാനേജ്മെന്റ് ഇൻഫർമേഷൻ സിസ്റ്റം അങ്ങനെയല്ലേ പറഞ്ഞിരുന്നത്? നമ്മൾ അവിടെ പഠിച്ചത് HIS ആണ്. സെയിം ആണ്, കോമൺലി നമ്മളത് യൂസ് ചെയ്യുന്ന രണ്ട് വേർഡ്സ് ആണ്. കൺഫ്യൂഷൻ ഒന്നും വേണ്ട, ഇന്റർചേഞ്ചബിളി നമ്മൾ യൂസ് ചെയ്യും. ഓക്കെ, a part of health information used mainly for hospital administration. നമ്മൾ ഹോസ്പിറ്റൽ ഇൻഫർമേഷൻ സോഫ്റ്റ്വെയർ യൂസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്. ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ പ്രോസസ്സിന് വേണ്ടിയാണ് നമ്മൾ ഈ ഹോസ്പിറ്റൽ ഇൻഫർമേഷൻ സിസ്റ്റം സോഫ്റ്റ്വെയർ കോമൺലി യൂസ് ചെയ്യുന്നത്. മാനേജ് മെഡിക്കൽ, ഫിനാൻഷ്യൽ, ലീഗൽ ആൻഡ് അഡ്മിനിസ്ട്രേറ്റീവ് വർക്ക്സ്. ഇതെല്ലാം കാര്യങ്ങൾ അവർ മാനേജ് ചെയ്യുന്നത് മെഡിക്കൽ, ഫിനാൻഷ്യൽ, ലീഗൽ, അഡ്മിനിസ്ട്രേറ്റീവ് വർക്ക്സ് കാര്യങ്ങൾ മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഹോസ്പിറ്റൽ ഇൻഫർമേഷൻ സിസ്റ്റം സോഫ്റ്റ്വെയർ യൂസ് ചെയ്യുന്നത്. സോ ഈ ഒരു സോഫ്റ്റ്വെയറിന് നമ്മൾ പറയുന്ന മറ്റൊരു പേരാണ് ഹോസ്പിറ്റൽ മാനേജ്മെന്റ് സിസ്റ്റം സോഫ്റ്റ്വെയർ എന്നും കൂടി പറയാറുണ്ട്. നോക്കാം, നമുക്ക് ഫസ്റ്റ് പാരഗ്രാഫിലേക്ക് നോക്കാം എല്ലാവരും. A hospital information system HIS is an element of health informatics that focus mainly on administrational needs of hospitals. അപ്പോൾ ഹോസ്പിറ്റൽ ഇൻഫർമേഷൻ സിസ്റ്റം ഹെൽത്ത് ഇൻഫർമേഷൻസ് മെയിൻലി ഫോക്കസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് അഡ്മിനിസ്ട്രേറ്റീവ് നീഡ്സ്, ഹോസ്പിറ്റൽസിന്റെ അഡ്മിനിസ്ട്രേറ്റീവ് നീഡ്സും കാര്യങ്ങളും കറക്റ്റ് ആയിട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇൻ മെനി ഇംപ്ലിമെന്റേഷൻ HIS is a comprehensive integrated information system designed to manage all aspects of the hospital operations. ഒരു ഹോസ്പിറ്റൽസിന്റെ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഓപ്പറേഷൻസ് കാര്യങ്ങളുണ്ടാവും. ഇതെല്ലാം നല്ല രീതിയിൽ മാനേജ് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു സിസ്റ്റമാണ് ഹോസ്പിറ്റൽ ഇൻഫർമേഷൻ സിസ്റ്റം സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത്. ഒരുപാട് ഇൻഫർമേഷൻസ് ഒരുമിച്ച്, കോംപ്രിഹെൻസീവ് ആയിട്ടുള്ള ഇൻഫർമേഷൻസ് ഒരുമിച്ച് മാനേജ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു സോഫ്റ്റ്വെയർ ആണ് HIS സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത്. such as medical, administrative, financial and legal issues and corresponding the processing of the service. അപ്പോൾ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഇൻഫർമേഷൻസ് ആണ് പറഞ്ഞത്. അതിൽ എന്തൊക്കെയാ വരുന്നത്? മെഡിക്കൽ, അഡ്മിനിസ്ട്രേറ്റീവ്, ഫിനാൻഷ്യൽ, ലീഗൽ ഇഷ്യൂസ്, corresponding for processing of the service. നമുക്ക് നല്ല രീതിയിൽ ഹോസ്പിറ്റൽ സർവീസ് പ്രൊവൈഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന കാര്യങ്ങൾ പ്രോപ്പർ ആയിട്ട് നമ്മൾ എന്ത് ചെയ്യണം? മാനേജ് ചെയ്യണം. അതിനുവേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു സോഫ്റ്റ്വെയർ ആണ് ഹോസ്പിറ്റൽ ഇൻഫർമേഷൻ സിസ്റ്റം സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത്. ഹോസ്പിറ്റൽ ഇൻഫർമേഷൻ സിസ്റ്റം ആർ ഓൾസോ നോൺ ആസ്, ഹോസ്പിറ്റൽ ഇൻഫർമേഷൻ സിസ്റ്റം നമ്മൾ പറയുന്ന പേരാണ് ഹോസ്പിറ്റൽ മാനേജ്മെന്റ് സിസ്റ്റം മാനേജ്മെന്റ് സോഫ്റ്റ്വെയർ കേട്ടോ. ഓക്കെ, ഹോസ്പിറ്റൽ മാനേജ്മെന്റ് സോഫ്റ്റ്വെയർ HMS ഓർ ഹോസ്പിറ്റൽ മാനേജ്മെന്റ് സിസ്റ്റം രണ്ട് രീതിയിൽ നമ്മൾ പറയാറുണ്ട് കേട്ടോ. ഹോസ്പിറ്റൽ ഇൻഫർമേഷൻ സിസ്റ്റത്തെ നമ്മൾ രണ്ട് പേരാണ് പറയാറ്. ഒന്ന് ഹോസ്പിറ്റൽ മാനേജ്മെന്റ് സോഫ്റ്റ്വെയർ ഓർ ഹോസ്പിറ്റൽ മാനേജ്മെന്റ്
സിസ്റ്റം. രണ്ടും നമ്മൾ കോമൺലി യൂസ് ചെയ്യുന്ന പേരുകളാണ്. ഓക്കെ, എന്താണ് HIS സോഫ്റ്റ്വെയർ മനസ്സിലായോ? ഹോസ്പിറ്റൽ ഇൻഫർമേഷൻസ് നമ്മൾ സ്റ്റോർ ചെയ്യാൻ പറ്റും നല്ല രീതിയിൽ. നമുക്ക് അഡ്മിനിസ്ട്രേറ്റീവ് നീഡ്സും കാര്യങ്ങളും കറക്റ്റ് ആയിട്ട് ഫോളോ ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ആ ഒരു സോഫ്റ്റ്വെയറിന് നമ്മൾ പറയുന്ന പേരാണ് HIS സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത്. ഇതിൽ മെയിൻ ആയിട്ട് ഹോസ്പിറ്റൽ റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ ഇൻഫർമേഷൻസും കാര്യങ്ങളും നമ്മൾ പ്രോസസ് ചെയ്യുന്നുണ്ട്. മെഡിക്കൽ, അഡ്മിനിസ്ട്രേറ്റീവ്, ലീഗൽ, ദെൻ ഫിനാൻഷ്യൽ, ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഡാറ്റാസ് നമ്മൾ പ്രോസസ് ചെയ്യുന്നുണ്ട്. സോ ഹോസ്പിറ്റൽ ഇൻഫർമേഷൻ സിസ്റ്റത്തിൽ നമ്മൾ കോമൺലി പറയുന്ന രണ്ട് പേരുകൾ പറഞ്ഞു. ഹോസ്പിറ്റൽ മാനേജ്മെന്റ് സോഫ്റ്റ്വെയർ ആൻഡ് ഹോസ്പിറ്റൽ മാനേജ്മെന്റ് സിസ്റ്റം എന്ന് രണ്ട് പേരുകൾ പറഞ്ഞു. ഇനി ഫങ്ഷൻസ് ഓഫ് HIS ആണ്. സ്റ്റോർ ദ പേഷ്യന്റ് ഹെൽത്ത് റെക്കോർഡ് സേഫ്ലി. HISന്റെ മെയിൻ ആയിട്ടുള്ള ഫങ്ഷൻസ് ആണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന ഇൻഫർമേഷൻസും കാര്യങ്ങളും നല്ല രീതിയിൽ സ്റ്റോർ ചെയ്യുക, സേഫ് ആയിട്ട് സ്റ്റോർ ചെയ്യുക എന്നുള്ളത്. കൺട്രോൾ who can access the data. ആർക്ക് ഒക്കെ മാത്രമേ അക്സസ് ചെയ്യാൻ പറ്റുള്ളൂ, ആരൊക്കെ നമുക്ക് ഈ ഒരു ഇൻഫർമേഷൻസ് അക്സസ് ചെയ്യാൻ പാടുള്ളൂ എന്നതിനെ കുറിച്ചിട്ട് ഒരു കൺട്രോൾ വേണം. Then store lab report and X-ray result. നമുക്ക് ലാബ് റിസൾട്ടും എക്സ്റേ റിസൾട്ടും അങ്ങനെ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ടെസ്റ്റ് റിസൾട്ട് കാര്യങ്ങളൊക്കെ നമുക്ക് ഈ ഒരു HISൽ എന്ത് ചെയ്യാൻ പറ്റും, സ്റ്റോർ ചെയ്യാനായിട്ട് പറ്റും. ഹെൽപ്സ് ദ കമ്മ്യൂണിക്കേഷൻ ബിറ്റ്വീൻ ഹെൽത്ത് കെയർ സ്റ്റാഫ്. നമ്മൾ നല്ലൊരു ഹെൽത്ത് ഇൻഫർമേഷൻ സിസ്റ്റം ഉണ്ടെങ്കിൽ നല്ലൊരു കമ്മ്യൂണിക്കേഷൻ നല്ല രീതിയിൽ പോസിബിൾ ആകും. ക്യാൻ ബി അസസ്ഡ് യൂസിങ് ഫോൺസ് ആൻഡ് ടാബ്ലറ്റ്സ്. നമുക്ക് ഈ ഒരു ഹെൽത്ത് ഇൻഫർമേഷൻ സിസ്റ്റം കാര്യങ്ങളൊക്കെ നമുക്ക് ഫോണിലൂടെയും ടാബ്ലറ്റ്സ് യൂസ് ചെയ്തൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അസസ് ചെയ്യാനായിട്ട് പറ്റും. നോക്കാം. ഹോസ്പിറ്റൽ ഇൻഫർമേഷൻ സിസ്റ്റം പ്രൊവൈഡ് എ കോമൺ സോഴ്സ് ഓഫ് ഇൻഫർമേഷൻ about a patient health history. ഒരു പേഷ്യന്റെ ഹെൽത്ത് ഹിസ്റ്ററിനെ കുറിച്ചിട്ട് കോമൺ ആയിട്ടുള്ള ഇൻഫർമേഷൻസും കാര്യങ്ങളുമാണ് നമ്മൾ ഹോസ്പിറ്റൽ ഇൻഫർമേഷൻ സിസ്റ്റത്തിൽ പ്രൊവൈഡ് ചെയ്യുന്നത്. The system has to keep data in a secure place and control who can reach the data in certain circumstances. ഈ ഇൻഫർമേഷൻസും കാര്യങ്ങളും നമ്മൾ സെക്യൂർ ആയിട്ടുള്ള പ്ലേസിൽ സ്റ്റോർ ചെയ്യും, കൺട്രോൾ ചെയ്യും. ആർക്കൊക്കെയാണ് ഈ ഇൻഫർമേഷൻസും കാര്യങ്ങളും അക്സസ് ചെയ്യാൻ പറ്റുന്നത് എന്നതിനെ കുറിച്ചിട്ട് അതിൽ പറഞ്ഞിട്ടുണ്ടാവും. അതിന് പാസ്വേഡ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഈ പാസ്വേഡും കാര്യങ്ങളൊക്കെ എൻ്റർ ചെയ്ത് കയറുന്നവർക്ക് മാത്രമേ ഇൻഫർമേഷൻസ് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, അക്സസ് ചെയ്യാൻ പറ്റുള്ളൂ. അത് കോൺഫിഡൻഷ്യൽ ആയിരിക്കും. പേഷ്യന്റ് ലബോറട്ടറി ടെസ്റ്റ് ഇൻഫർമേഷൻ ഓൾസോ ഇൻക്ലൂഡ് വിഷ്വൽ റിസൾട്ട് സച്ച് ആസ് എക്സ്റേ പോലുള്ള റിസൾട്ടും കാര്യങ്ങളൊക്കെ നമുക്ക് ഈ ഒരു HISലേക്ക് അപ്ലോഡ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ അതിൽ നോക്കി നമുക്ക് ഇൻഫർമേഷൻസും കാര്യങ്ങളൊക്കെ പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും. ദിസ് മേ ബി റീച്ചബിൾ ബൈ പ്രൊഫഷണൽസ്. അത് പ്രൊഫഷണൽസിനെ അത് ചെക്ക് ചെയ്യാനൊക്കെ ഈ ഒരു HMSലേക്ക് നമ്മളിപ്പോൾ എക്സ്റേ റിപ്പോർട്ട് വന്നു എന്ത് ചെയ്യും, നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഇൻഫർമേഷൻ ഫിസിഷ്യന് കാണാനൊക്കെ പറ്റും. HIS provide internal and external communication among healthcare providers. Healthcare providers തമ്മിൽ ഒരു ഇന്റേണൽ ആൻഡ് എക്സ്റ്റേണൽ കമ്മ്യൂണിക്കേഷൻ പോസിബിൾ ആകുന്നത് നല്ലൊരു HIS സിസ്റ്റം ഉള്ളതുകൊണ്ടാണ്. പോർട്ടബിൾ ഡിവൈസ് സച്ച് ആസ് സ്മാർട്ട് ഫോൺ, ടാബ്ലറ്റ് കമ്പ്യൂട്ടേഴ്സ് മേ ബി യൂസ്ഡ് അറ്റ് ദ ഡിസൈൻ. നമുക്ക് ഈ ഒരു സോഫ്റ്റ്വെയർ സ്മാർട്ട് ഫോൺ അതേപോലെ തന്നെ ടാബ്ലറ്റ്സ് കമ്പ്യൂട്ടേഴ്സ് ഒക്കെ യൂസ് ചെയ്യാനായിട്ട് പറ്റും. സോ അപ്പൊ നമുക്ക് ഈ ഒരു ഇൻഫർമേഷൻസ് എവിടെ വേണമെങ്കിലും ക്യാരി ചെയ്തുകൊണ്ട് പോകാനായിട്ട് പറ്റും എന്നതാണ് പറയുന്നത്. നമ്മൾ പറഞ്ഞത് ഇതാണ് ഹോസ്പിറ്റൽ ഇൻഫർമേഷൻ സിസ്റ്റം. കോമൺലി ഒരു സോഴ്സ് ഓഫ് ഇൻഫർമേഷൻ ആണ്. പേഷ്യന്റ് ഹെൽത്ത് ഹിസ്റ്ററിനെ കുറിച്ചിട്ടുള്ള സോഴ്സ് ഓഫ് ഇൻഫർമേഷൻസും കാര്യങ്ങളാണ് ഇതിൽ പറയുന്നത്. ഇത് സെക്യൂർ ആയിട്ടുള്ള ഒരു പ്ലേസിൽ ഡാറ്റാസും കാര്യങ്ങളും നമ്മൾ എന്ത് ചെയ്യും, സേഫ് ആയിട്ട് സൂക്ഷിക്കുന്നു. ആർക്കൊക്കെയാണ് ഈ ഇൻഫർമേഷൻസ് കാര്യങ്ങളും അക്സസ് ചെയ്യാൻ പറ്റുക എന്നത് സ്ട്രിക്ട്ലി മോണിറ്റർ ആണ്. പേഷ്യൻസിന്റെ ലാബ് ടെസ്റ്റ് റിസൾട്ട് ഇൻഫർമേഷൻസ് അതേപോലെ വിഷ്വൽ റിസൾട്ട് എക്സ്റേ CT സ്കാൻ അങ്ങനെയുള്ള റിസൾട്ട് കാര്യങ്ങളൊക്കെ നമ്മൾ ഈ ഒരു HISലേക്ക് അപ്ലോഡ് ചെയ്യുന്നതിന്റെ ഫലമായിട്ട് ഫിസിഷ്യൻസിനൊക്കെ നേരിട്ട് അക്സസ് ചെയ്യാൻ പറ്റും. കറക്റ്റ് ആയിട്ട് അവർക്ക് ടൈമിലി തീരുമാനങ്ങളും കാര്യങ്ങളൊക്കെ എടുക്കാനായിട്ട് ഡിസിഷൻസും കാര്യങ്ങളും എടുക്കാൻ നല്ല രീതിയിൽ എഫക്റ്റീവ്ലി യൂസ്ഫുൾ ആണ്. നമുക്ക് ഇന്റേണൽ ആൻഡ് എക്സ്റ്റേണൽ കമ്മ്യൂണിക്കേഷൻ എമംഗ് ഹെൽത്ത് കെയർ പ്രൊവൈഡേഴ്സ് പോസിബിൾ ആകുന്നത് നല്ലൊരു HMS സിസ്റ്റത്തിന്റെ റിസൾട്ട് ആണ്. നമുക്ക് പോർട്ടബിൾ ഡിവൈസ് സ്മാർട്ട് ഫോൺ ടാബ്ലറ്റ്സ് കമ്പ്യൂട്ടറിലൊക്കെ നമുക്ക് ഈ ഡാറ്റാസും കാര്യങ്ങളും സ്റ്റോർ ചെയ്യാനും അല്ലെങ്കിൽ ഇൻഫർമേഷൻസ് ഒക്കെ ചെക്ക് ചെയ്യാനൊക്കെ പറ്റും. ഫസ്റ്റ് 2 പാരഗ്രാഫ് ഒന്ന് റീഡ് ചെയ്ത് നോക്കി എല്ലാവരും.
റീഡ് ചെയ്ത് നോക്കിയിട്ട് പറയണോട്ടോ കഴിഞ്ഞാലോ. ഓക്കെ, എല്ലാവരും നോക്കിയോ? ഓക്കെ. Hospital information systems are often composed of one or several software components with a specialty and a specific extension, as well as of a large variety of subsystems. നമ്മൾ ഹോസ്പിറ്റൽ ഇൻഫർമേഷൻ സിസ്റ്റം നോക്കുകയാണെങ്കിൽ അവരുടെ സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള രീതിയിൽ ഡിവൈഡ് ഒക്കെ ചെയ്തിട്ടുണ്ട്. അതിൽ കൂടുതൽ സബ് സിസ്റ്റംസ് ഒക്കെ ഉണ്ടാവും ഒരു ഹോസ്പിറ്റൽ ഇൻഫർമേഷൻ സിസ്റ്റത്തിന്റെ കീഴിൽ. In medical specialty from a multi-vendor market. അപ്പോൾ കറക്റ്റ് ആയിട്ട് നല്ല രീതിയിൽ നമുക്ക് ഇൻഫർമേഷൻസും കാര്യങ്ങളൊക്കെ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള രീതിയിൽ ഇങ്ങനെ സബ് ഡിവൈഡ് ചെയ്യുന്നത്, സബ് സിസ്റ്റം ആയിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്യുന്നത്. കോമൺലി ഇതിനെ പറയുന്ന പേരുകളാണ് നമ്മൾ പറയുന്നത്. നോക്കാം, ലബോറട്ടറി ഇൻഫർമേഷൻ സിസ്റ്റം LIS ആണ്. നിങ്ങൾ ടെസ്റ്റിനുള്ളതിൽ ചെറിയ മിസ്റ്റേക്കുകളൊക്കെ ഉണ്ട്, അപ്പോ ടെക്സ്റ്റ് ബോക്സിൽ ഇടാം. ചെറിയ മിസ്റ്റേക്കുകൾ ഉണ്ട് കേട്ടോ ചിലതിലെല്ലാം. ഇത് LIS സിസ്റ്റം ആണ്, ലബോറട്ടറി ഇൻഫർമേഷൻ സിസ്റ്റം ആണ്. ക്യാപിറ്റൽ ലെറ്റർ LIS എന്നാക്കണം കേട്ടത്. Laboratory information system, then policies and procedure system correct ആണ്. ROS, sorry, radiology information system okay ആണ്, RIS ആണ്. പിന്നെ picture streaming and communication system PACS. ഓക്കെ, ഇങ്ങനെ 4 സിസ്റ്റം ആയിട്ടാണ് നമ്മൾ സബ് ഡിവൈഡ് ചെയ്യുന്നത്. ഓരോ സ്പെഷ്യലൈസ്ഡ് ഏരിയാസ് നമ്മൾ സബ് ഡിവൈഡ് ചെയ്തിരിക്കുകയാണ് കേട്ടോ. ഇൻഫർമേഷൻ സിസ്റ്റത്തിനെ HIS സബ് ഡിവൈഡ് ചെയ്തിരിക്കുന്നതാണ്. ഇവിടെ LJS എന്നാണ്, അതുകൊണ്ടാണ് എഡിറ്റ് ചെയ്യുന്നത്. എല്ലാവരും എഡിറ്റ് ചെയ്ത് ആഡ് ചെയ്യേണ്ടത് ആഡ് ചെയ്യുമോ? ആഡ് ചെയ്തോ? സ്റ്റൈലൈസ്ഡ് സിസ്റ്റം, പിന്നെ PACS. ഓക്കെ, then benefits of hospital information system ആണ് നമ്മൾ നോക്കുന്നത്. helps to manage finance. നമുക്ക് നല്ല രീതിയിൽ ഫിനാൻസും കാര്യങ്ങളൊക്കെ മാനേജ് ചെയ്യാനായിട്ട് ഹോസ്പിറ്റൽ ഇൻഫർമേഷൻ സിസ്റ്റം നമ്മൾ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഡയറ്റ് പ്ലാനിങ്, പേഷ്യൻസിന്റെ ഡയറ്റ്സും കാര്യങ്ങളും പ്ലാൻ ചെയ്യുന്നത് പ്രോപ്പർ ആയിട്ട് പ്ലാൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽത്ത് ഇൻഫർമേഷൻ സിസ്റ്റം നമുക്ക് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഹോസ്പിറ്റൽ റിസോഴ്സ്, നമ്മുടെ ഹോസ്പിറ്റലിലുള്ള റിസോഴ്സ് നല്ല എഫക്റ്റീവ്ലി യൂട്ടിലൈസ് ചെയ്യാനും നല്ലൊരു ഹെൽത്ത് ഇൻഫർമേഷൻ മാനേജ്മെന്റ് സിസ്റ്റം നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇംപ്രൂവ് ഡ്രഗ് മോണിറ്ററിംഗ് ആൻഡ് reduce drug errors. നമുക്ക് ഡ്രഗ് മോണിറ്ററിംഗ്, ഓരോ ഡ്രഗ്സിന്റെ യൂസേജും കാര്യങ്ങളൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഒരു നല്ലൊരു CMS സിസ്റ്റം ഉണ്ടെങ്കിൽ മോണിറ്റർ ചെയ്യാനായിട്ട് പറ്റും. അതേപോലെ തന്നെ ഡ്രഗ്സ് എറേഴ്സും കാര്യങ്ങളും കുറവായിരിക്കും. അത് ഞാൻ പറഞ്ഞ പോലെ ഇപ്പൊ ഒരു എന്താ പറയാ, ആ ഒരു പേഷ്യന്റിന് അലർജിക് ആയിട്ടുള്ള ഒരു ഡ്രഗ് നമ്മൾ എഴുതുമ്പോൾ അപ്പൊ തന്നെ അവിടെ നോട്ടിഫിക്കേഷൻ വരും, എറർ വരും. ഇന്ന മെഡിസിൻ പേഷ്യന്റ് അലർജിക് ആണെന്ന് പറഞ്ഞിട്ട് നമുക്ക് എറർ വരും, സിസ്റ്റത്തിൽ അത് കാണിക്കും. സോ നമുക്ക് അതെല്ലാം കുറച്ച് ഡ്രഗ്സ് എറേഴ്സും കാര്യങ്ങളും നമുക്ക് പരിധിവരെ ചെയ്യാൻ പറ്റും, കുറയ്ക്കാനായിട്ട് പറ്റും. Then reduce duplicate data and improve accuracy.
നമുക്ക് ഡ്യൂപ്ലിക്കേറ്റ് ഡാറ്റാസും കാര്യങ്ങളും അവോയ്ഡ് ചെയ്യാൻ പറ്റും. ആക്യുറസിയും കാര്യങ്ങളും ഇംപ്രൂവ് ചെയ്യാനായിട്ട് പറ്റും. റിഡ്യൂസ് ഹാൻഡ് റൈറ്റിംഗ് എറേഴ്സ്. നമുക്കറിയാലേ ഡോക്ടേഴ്സിന്റെ ഒക്കെ റിട്ടേൺ കോഴ്സും കാര്യങ്ങളൊക്കെ വായിച്ചെടുക്കാനായിട്ട് നല്ല പാടാല്ലേ. നമ്മൾ കുട്ടികൾ മോശമായിട്ട് ഹാൻഡ് റൈറ്റിംഗ് വന്നു പറഞ്ഞാൽ അല്ലെങ്കിൽ അവർക്ക് സിലിബസിന്റെ എഴുതി കഴിഞ്ഞാൽ നമ്മൾ പറയുന്നത് വരാൻ നീ എന്താ ഡോക്ടറിന് പഠിക്കുകയാണോ എന്ന് ചോദിക്കും അല്ലെ. എന്തുകൊണ്ടാ അവര് എഴുതുന്നതൊന്നും മനസ്സിലാവുന്നില്ല എന്നാ പണ്ട് പറയുന്നത്. അത് പറയാറൊന്നുമില്ല അല്ലെ നിങ്ങള്? പറയാറുണ്ടോ? ഓക്കെ, ജസ്റ്റ് ഹാൻഡ് റൈറ്റിംഗ് എറേഴ്സ് കുറയ്ക്കാനായിട്ട് നല്ലൊരു ഹോസ്പിറ്റൽ ഇൻഫർമേഷൻ സിസ്റ്റം ഉണ്ടെങ്കിൽ പറ്റും. നമ്മള് ഹാൻഡ് റിട്ടൺ എറേഴ്സ് എഴുതുമ്പോൾ ചിലപ്പോൾ ഡോസ് മാറിപ്പോകും. മേ ബി ചിലപ്പോ ഡോസ് എഴുതിയിരിക്കുന്ന ഡോസേജ് മാറിപ്പോകാനുള്ള ചാൻസ് ഉണ്ട്. എഴുതിയിരിക്കുന്ന പേര് എന്താ പറയാ ഫാർമസിസ്റ്റ് വായിക്കുമ്പോ അദ്ദേഹത്തിന് മിസ്റ്റേക്ക് വരാനുള്ള ചാൻസ് ഉണ്ട്. അങ്ങനെ വരുമ്പോ എറർ സംഭവിക്കും. അപ്പോൾ നമ്മൾ ഹോസ്പിറ്റൽ ഇൻഫർമേഷൻ സിസ്റ്റം ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ ഹാൻഡ് റിട്ടൺ ആയിട്ടുള്ള എറേഴ്സ് ഒരു പരിധി വരെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒഴിവാക്കാനായിട്ട് പറ്റും. അലോ ഡാറ്റ അക്സസ് ഫ്രം സെർവർ ഓർ ക്ലൗഡ്. ക്ലൗഡ് സെർവറിനോ ഈ ഡാറ്റാസ് കാര്യങ്ങൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അക്സസ് ചെയ്യാനായിട്ട് പറ്റും. നല്ല രീതിയിൽ യൂസ് ചെയ്യാനായിട്ട് പറ്റും. നോക്കാം. Potential benefits of hospital information system includes efficient and accurate administration of finance, diet of patient, engineering, and the distribution of medical aid. അപ്പോൾ നല്ല എഫിഷ്യന്റും അക്യുറേറ്റ് ആയിട്ടുള്ള അഡ്മിനിസ്ട്രേഷനും ഫിനാൻസ് അഡ്മിനിസ്ട്രേഷൻ നമുക്ക് പോസിബിൾ ആകുന്നത് നല്ലൊരു ഹോസ്പിറ്റൽ ഇൻഫർമേഷൻ സിസ്റ്റം ഉണ്ടെങ്കിൽ നമുക്ക് പോസിബിൾ ആണ്. ഡയറ്റ് ഓഫ് ദ പേഷ്യൻസ്, നമ്മുടെ പേഷ്യൻസിന്റെ ഡയറ്റ് കാര്യങ്ങളൊക്കെ മോണിറ്റർ ചെയ്യാൻ പറ്റും. എഞ്ചിനീയറിംഗ്, നമ്മളെന്തെങ്കിലും കാര്യങ്ങൾ എഞ്ചിനീയറിംഗ് കാര്യങ്ങളൊക്കെ പോസിബിൾ ആക്കാൻ പറ്റും. ഇച്ചിരി മോണിറ്ററിംഗ് ചെയ്യാനായിട്ട് പറ്റും. ഡിസ്ട്രിബ്യൂഷൻ ഓഫ് മെഡിക്കൽ എയ്ഡ് കാര്യങ്ങൾ, മെഡിക്കൽ ഫെസിലിറ്റി, മെഡിക്കൽ എയ്ഡും കാര്യങ്ങളൊക്കെ നമുക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാനായിട്ട് പറ്റും. ഇത് ഹെൽപ്സ് ടു വ്യൂ എ ബോർഡർ പിക്ചർ ഓഫ് ഹോസ്പിറ്റൽ ഗ്രോത്ത്. ഹോസ്പിറ്റൽ ഗ്രോത്തിനെ കുറിച്ചിട്ടൊരു ബോർഡർ പിക്ചർ നമുക്ക് മനസ്സിലാക്കാനായിട്ട് ഈ ഒരു ഹോസ്പിറ്റൽ ഇൻഫർമേഷൻ സിസ്റ്റം പോസിബിൾ ആണ്. ഇംപ്രൂവ്ഡ് മോണിറ്ററിംഗ് ഓഫ് ഡ്രഗ് യൂസേജ്, studying effectiveness leads to a reduction in adverse drug interaction and promote more appropriate pharmaceutical utilization. അപ്പൊ നമുക്ക് ഡ്രഗ്സും കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ യൂസേജും കാര്യങ്ങളൊക്കെ നമുക്ക് യൂസ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് മോണിറ്റർ ചെയ്യാനായിട്ട് പറ്റും. എഫക്റ്റീവ്നെസ്, ഡ്രഗ്സ് യൂസ് ചെയ്യുന്നതിന്റെ എഫക്റ്റീവ്നെസ്, അതിന്റെ റിഡക്ഷൻ, അഡ്വൈസ് ഡ്രഗ് ഇന്ററാക്ഷൻ കാര്യങ്ങളൊക്കെ കുറയ്ക്കാനായിട്ട് പറ്റും. ഇതിൽ കാര്യങ്ങൾ സംഭവിക്കും കുറയ്ക്കാൻ പറ്റും. പ്രൊമോട്ട് മോർ അപ്രോപ്രിയേറ്റ് ഫാർമസ്യൂട്ടിക്കൽ യൂട്ടിലൈസേഷൻ. നമ്മൾ ഈ ഡ്രഗ്സ് കാര്യങ്ങൾ ഫാർമസ്യൂട്ടിക്കൽ എറേഴ്സും കാര്യങ്ങളും നമുക്ക് ഒരു പരിധി വരെ കുറയ്ക്കാൻ പറ്റും. നല്ല രീതിയിൽ പ്രോപ്പർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും. ഇംപ്രൂവ്സ് ഇൻഫർമേഷൻ ഇന്റഗ്രിറ്റി. നമുക്ക് ഇൻഫർമേഷൻസ് കാര്യങ്ങളും നല്ല രീതിയിൽ യൂസ് ചെയ്യാൻ പറ്റും. മിനിമൈസ് ട്രാൻസിഷൻ എറേഴ്സ്, നമ്മുടെ ട്രാൻസാക്ഷണൽ എറേഴ്സ് കാര്യങ്ങൾ നമുക്ക് ഒരു പരിധി വരെ കുറയ്ക്കാൻ പറ്റും. ആൻഡ് എലിമിനേറ്റ് ഡ്യൂപ്ലിക്കേറ്റ് ഇൻഫർമേഷൻ എൻട്രീസ്. നമുക്ക് ഡ്യൂപ്ലിക്കേഷൻ ഇൻഫർമേഷൻ റിപ്പീറ്റോ ഡ്യൂപ്ലിക്കേഷനോ കാര്യങ്ങൾ ഇൻഫർമേഷന്റെ റെക്കോർഡുകളൊക്കെ ഡ്യൂപ്ലിക്കേഷൻ വരുന്നത് വരെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കുറയ്ക്കാനായിട്ട് പറ്റും. ഹോസ്പിറ്റൽ സോഫ്റ്റ്വെയർ ഈസ് ഈസി ടു യൂസ് ആൻഡ് എലിമിനേറ്റ് എറേഴ്സ് കോസ്ഡ് ബൈ ഹാൻഡ് റൈറ്റിംഗ്. അപ്പോൾ നമുക്ക് ഹോസ്പിറ്റൽ സോഫ്റ്റ്വെയർ, ഹോസ്പിറ്റൽ ഇൻഫർമേഷൻ സോഫ്റ്റ്വെയർ യൂസ് ചെയ്യാനായിട്ട് ഈസിയാണ്. ഹാൻഡ് റൈറ്റിംഗ് കാരണം വരുന്ന എറേഴ്സ് നമുക്ക് മാക്സിമം അവോയ്ഡ് ചെയ്യാനായിട്ട് പറ്റും. ന്യൂ ടെക്നോളജി കമ്പ്യൂട്ടർ സിസ്റ്റം ഗീവ് പെർഫെക്റ്റ് പെർഫോമൻസ് ടു പുൾ അപ്പ് ദ ഇൻഫർമേഷൻ ഫ്രം സെർവർ ഓർ ക്ലൗഡ് സെർവർ. ന്യൂ ടെക്നോളജി കമ്പ്യൂട്ടർ സിസ്റ്റം ന്യൂ ടെക്നോളജി പെർഫെക്റ്റ് ആയിട്ട് അതിന്റെ പെർഫോമൻസും കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ ചെയ്യാൻ പറ്റും. നമുക്ക് ഇൻഫർമേഷൻസും കാര്യങ്ങളും സെർവറിൽ സ്റ്റോർ ചെയ്യാം, ക്ലൗഡ് സെർവർ പോലുള്ള സ്റ്റോർ ചെയ്യാനൊക്കെ പറ്റും. അപ്പൊ നമുക്ക് അതൊക്കെ വേണമെങ്കിൽ അസിസ്റ്റ് ചെയ്യാനായിട്ട് പറ്റും. Last, a hospital information system is an element of health information that focus mainly on administrational needs of hospital. Hospital information system എന്ന് പറയുന്നത് ഹെൽത്ത് ഇൻഫർമേറ്റീവ്സിന്റെ ഒരു ഫോക്കസ് ചെയ്യുന്ന ഒരു ഏരിയയാണ്. അഡ്മിനിസ്ട്രേഷൻ നീഡ്സ് ഓഫ് ദ ഹോസ്പിറ്റൽസ് ആണ് മെയിൻലി ഫോക്കസ് ചെയ്യുന്നത്. The system enhance
The ability of the healthcare professionals to coordinate care by providing a patient health information. അപ്പോൾ ഇത് നമ്മുടെ ഒരു ഹോസ്പിറ്റൽ ഇൻഫർമേഷൻ സിസ്റ്റം എന്ന് പറയുന്നത് ഒരു സിസ്റ്റം ആണ്. The ability of the healthcare professionalsന്റെ എബിലിറ്റീസും കാര്യങ്ങളും എന്ത് ചെയ്യുക, എൻഹാൻസ് ചെയ്യുക, ഇംപ്രൂവ് ചെയ്യുക by എങ്ങനെ പ്രൊവൈഡിങ് പേഷ്യന്റ് ഹെൽത്ത് ഇൻഫർമേഷൻസ്, ആക്യുറേറ്റ് ആയിട്ടുള്ള പേഷ്യൻസ് ഇൻഫർമേഷൻസും കാര്യങ്ങളും പ്രൊവൈഡ് ചെയ്യുന്നതിലൂടെ പേഷ്യൻസിന്റെ ഇൻഫർമേഷൻസ് കറക്റ്റ് ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. ആൻഡ് വിസിറ്റ് ഹിസ്റ്ററി അറ്റ് ദ പ്ലേസ്, നമുക്ക് പഴയ ഹിസ്റ്ററി കാര്യങ്ങളൊക്കെ നമുക്ക് വിസിറ്റ് ചെയ്യാൻ പറ്റും. ഫാസ്റ്റ് ട്രീറ്റ്മെന്റ് കാര്യങ്ങളൊക്കെ നമുക്ക് ചെക്ക് ചെയ്യാനൊക്കെ പറ്റും. ആൻഡ് ദ ടൈം ദാറ്റ് ഇറ്റ് ഈസ് നീഡഡ്, നമുക്ക് ആ ടൈം ഏത് ടൈമിലാണ് ഈ ട്രീറ്റ്മെന്റ് എടുത്തിരിക്കുന്നത്, ആ സമയത്താണ് എന്തെല്ലാം പ്രിസ്ക്രിപ്ഷൻ ആണ്, അല്ലെങ്കിൽ എന്തെല്ലാം ഡോസേജ്, ഏതൊക്കെ മെഡിസിൻസ് ആണ് കഴിച്ചിരുന്നത്, ഏതൊക്കെ മെഡിസിൻസ് കഴിക്കുന്നുണ്ട് എന്നതിനെ കുറിച്ചിട്ടുള്ള എല്ലാ കംപ്ലീറ്റ് ആയിട്ടുള്ള ഹിസ്റ്ററിയും കാര്യങ്ങളും നമ്മുടെ ഹോസ്പിറ്റൽ ഇൻഫർമേഷൻ സിസ്റ്റത്തിൽ ഓൾറെഡി അപ്ലോഡഡ് ആണ്. സോ ഇതെല്ലാം നോക്കിയിട്ട് നമുക്ക് പേഷ്യൻസിന് കറക്റ്റ് ആയിട്ടുള്ള ട്രീറ്റ്മെന്റും കാര്യങ്ങളും പ്രിസ്ക്രൈബ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, ഒന്ന് റീഡ് ചെയ്തേ, the portion on the reading. Okay, I have already gone. Then ഇനി നമ്മൾ നോക്കുന്നത് മാനേജ്മെന്റ് ഇൻഫർമേഷൻ സിസ്റ്റത്തെ കുറിച്ചാണ്. മാനേജ്മെന്റ് ഇൻഫർമേഷൻ സിസ്റ്റം സിമ്പിൾ പോയിന്റിൽ പറയുകയാണെങ്കിൽ helps to organize the process of daily transactions. നമ്മുടെ ഡെയിലി ട്രാൻസാക്ഷൻസ് കാര്യങ്ങളൊക്കെ ഓർഗനൈസ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് മാനേജ്മെന്റ് ഇൻഫർമേഷൻ സിസ്റ്റം എന്ന് പറയുന്നത്. സപ്പോർട്ട് മാനേജ്മെന്റ് ആൻഡ് ഡിസിഷൻ മേക്കിംഗ്. നമ്മുടെ മാനേജ്മെന്റ് ഇൻഫർമേഷൻ സിസ്റ്റം മാനേജ്മെന്റിനെയും അതേപോലെ ഡിസിഷൻ മേക്കിംഗ് പ്രോസസ്സിനെയും നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യുന്നു. കമ്പൈൻസ് പീപ്പിൾസ്, കമ്പ്യൂട്ടർ, സോഫ്റ്റ്വെയർ ആൻഡ് പ്രൊസീജിയേഴ്സ്. നമ്മള് പീപ്പിൾസിനെയും കമ്പ്യൂട്ടറിനെയും സോഫ്റ്റ്വെയർ പ്രൊസീജിയറുകൾ നല്ല രീതിയിൽ കമ്പയർ ചെയ്ത് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് മാനേജ്മെന്റ് ഇൻഫർമേഷൻ സിസ്റ്റം എന്ന് പറയുന്നത്. പ്രൊവൈഡ് ഇൻഫർമേഷൻ ഫോർ പ്ലാനിങ് ആൻഡ് കൺട്രോളിംഗ് ഓഫ് വർക്ക്. നമ്മുടെ വർക്കും കാര്യങ്ങളൊക്കെ കൺട്രോൾ ചെയ്യാനും പ്ലാൻ ചെയ്യാനൊക്കെ നമുക്ക് ഈ ഒരു ഇൻഫർമേഷൻ യൂസ് ചെയ്യാൻ പറ്റും. നോക്കാം. An organization hold transaction that must be processed in order to carry out daily activities. So management information system എന്ന് പറയുന്നത് ഒരു ഓർഗനൈസേഷൻ ട്രാൻസാക്ഷൻസും കാര്യങ്ങളൊക്കെ കറക്റ്റ് ആയിട്ടുള്ള ഓർഡറിൽ ക്യാരി ഔട്ട് ചെയ്തിട്ട് അവരുടെ ഡെയിലി ടാസ്ക് കാര്യങ്ങൾ കറക്റ്റ് ആയിട്ട് ചെയ്തിട്ട് അവർക്ക് വരുന്ന ഒരു സിസ്റ്റമാണ്. സാലറി ഫാക്ടേഴ്സ് മസ്റ്റ് ബി പ്രിപ്പയർഡ്. സെയിൽസ്, പേയ്മെന്റ്സ് ഓർ എസ്റ്റിമേറ്റ് മസ്റ്റ് ബി നീഡഡ്. സാലറി ഫാക്ടേഴ്സ് ഒക്കെ ഉണ്ടാവും. ഒരു മാനേജ്മെന്റ് ആണല്ലോ, ഒരു ഓർഗനൈസേഷൻ സ്റ്റാഫ്സിന് കൊടുക്കുന്ന പേയ്മെന്റ്സും കാര്യങ്ങളും, സെയിൽ ഉദ്ദേശിക്കുന്ന മെഡിസിൻസിന്റെ ഒക്കെ സെയിലും കാര്യങ്ങളും
പിന്നെ നമ്മളുടെ പേഷ്യൻസിന്റെ ബിൽസ് കാര്യങ്ങൾ പേയ്മെന്റ് ഈ കാര്യങ്ങളൊക്കെ എസ്റ്റിമേറ്റ്സും മസ്റ്റ് ബി നീഡഡ് എത്രയായിരിക്കും പ്രതീക്ഷയും അത് ബഡ്ജറ്റും കാര്യങ്ങളൊക്കെ ഈ ഒരു മാനേജ്മെന്റ് ഇൻഫർമേഷൻ സിസ്റ്റം ഈ ഇൻഫർമേഷൻസ് യൂസ് ചെയ്ത് ചെയ്യുന്നുണ്ട്. ഓൾ ദിസ് ആൻഡ് the order in data processing activities following a standard procedure or certain നമ്മൾ ഒരു സ്റ്റാൻഡേർഡ് പ്രൊസീജിയർ ഫോളോ ചെയ്ത് ഇൻഫർമേഷൻസ് കാര്യങ്ങളൊക്കെ നമ്മൾ പ്രോസസ് ചെയ്യാൻ വേണ്ടിയിട്ട് സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള പ്രൊസീജിയർ നമ്മൾ ഫോളോ ചെയ്യുന്നുണ്ട്. Computers are useful for data processing tasks such as this, but a management information system is also a person task and is more just a data processing system. So management information system എന്ന് പറയുന്നത് പേഴ്സൺസ് ടാസ്ക് ഒന്നല്ല, പക്ഷേ ഇത് മോർ ദാൻ ഡാറ്റ പ്രോസസ്സിംഗ് സിസ്റ്റം ആണ്. നമ്മള് എൻ്റയർ ഇൻഫർമേഷൻസും കാര്യങ്ങളും ഡിസിഷൻ മേക്കിങ്ങിനായിട്ടുള്ള എല്ലാ ഇൻഫർമേഷൻസും കാര്യങ്ങളും നമുക്ക് ഈ ഒരു മാനേജ്മെന്റ് ഇൻഫർമേഷൻ സിസ്റ്റത്തിൽ നിന്നാണ് കിട്ടുന്നത്. In a processing system, information must apply skills for management and for decision making. അപ്പോൾ ഈ ഒരു മാനേജ്മെന്റ് ഇൻഫർമേഷൻ സിസ്റ്റത്തിലെ ഇൻഫർമേഷൻസും കാര്യങ്ങളൊക്കെ കൺസിഡർ ചെയ്തിട്ടാണ് നമ്മൾ ഡിസിഷൻ മേക്കിംഗ് കാര്യങ്ങളൊക്കെ പോസിബിൾ ആകുന്നത്. A management information system is then commonly known to people. നമ്മൾ മാനേജ്മെന്റ് ഇൻഫർമേഷൻ സിസ്റ്റം എന്ന് പറയുമ്പോൾ സാധാരണ എല്ലാവർക്കും അറിയാവുന്ന ഒരു ടേമാണ്, പക്ഷെ അതിൽ ഇൻക്ലൂഡ് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. ഹ്യൂമൻ, മെഷീൻസ്, സിസ്റ്റം ഇന്റഗ്രേറ്റഡ്. ഈ ഹ്യൂമൻസിനെ മെഷീൻസിനെ കറക്റ്റ് ആയിട്ട് നമ്മൾ പറയില്ലേ ഹ്യൂമൻ റിസോഴ്സ്, നമ്മൾ ക്യാപിറ്റൽ റിസോഴ്സ് ഇതെല്ലാം പ്രോപ്പർ ആയിട്ട് മാനേജ് ചെയ്യുക എന്നതാണ് നമ്മൾ ഈ ഒരു സിസ്റ്റത്തിൽ പറയുന്നത്. ടു പ്രൊവൈഡ് ഇൻഫർമേഷൻ സപ്പോർട്ട് ദ ഫങ്ഷൻസ് ഓപ്പറേഷൻ, നമ്മുടെ ഓർഗനൈസേഷനെ നല്ല രീതിയിലുള്ള ഫങ്ഷനെ ഈ ഒരു ഇൻഫർമേഷൻസ് കാര്യങ്ങളും നല്ല രീതിയിൽ നമ്മൾ സപ്പോർട്ട് ചെയ്യണം. മാനേജ്മെന്റ് ആൻഡ് റിട്രീവ് ഡിസിഷൻ ഇൻ ആൻ ഓർഗനൈസേഷൻ. മാനേജ്മെന്റിന് ആവശ്യമുള്ള ഇൻഫർമേഷൻസ് കാര്യങ്ങളൊക്കെ ഡേ ടു ഡേ ആയിട്ട് നമുക്ക് ഡിസിഷൻസ് ഒക്കെ എടുക്കാൻ വേണ്ടിയുള്ള ഇൻഫർമേഷൻസ് ആണ് സാധാരണയായിട്ട് മാനേജ്മെന്റ് ഇൻഫർമേഷൻ സിസ്റ്റത്തിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത്. ദി സിസ്റ്റം യൂസ് സോഫ്റ്റ്വെയർ, ഹാർഡ്വെയർസിലൊക്കെ സോഫ്റ്റ്വെയർസ് ഉണ്ടാവും, ഹാർഡ്വെയർസ്, കമ്പ്യൂട്ടർ ഹാർഡ്വെയർസ്, പിന്നെ മാനുവൽ പ്രൊസീജിയേഴ്സ്, നമ്മുടെ റെക്കോർഡ്സ് കാര്യങ്ങള്, മോഡൽ മാനേജ്മെന്റ്, ഡിസിഷൻസ് ആൻഡ് database impacts of hospital management system റിലേറ്റഡ് ആയിട്ടുള്ള ഡാറ്റാബേസ് കാര്യങ്ങളൊക്കെ ഈ ഒരു ഇൻഫർമേഷൻ ഇൻക്ലൂഡ് ആണ്. ഫസ്റ്റ് നല്ലൊരു മാനേജ്മെന്റ് സിസ്റ്റത്തിൽ എന്തെല്ലാം ഇമ്പാക്ട്സ് ആണ് ഹോസ്പിറ്റല് സർവീസിൽ കൊണ്ടുവരാൻ പറ്റുന്നതെന്ന് നമ്മൾ നോക്കുന്നത്. പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ, പേഷ്യൻസിന്റെ സാറ്റിസ്ഫാക്ഷൻ നല്ല കൂടുതലായിരിക്കും. സ്ട്രെങ്തനിങ് ഇന്റേണൽ കമ്മ്യൂണിക്കേഷൻ നെറ്റ്വർക്ക്, നമ്മുടെ ഓർഗനൈസേഷനകത്ത് നല്ലൊരു ഇന്റേണൽ കമ്മ്യൂണിക്കേഷൻ നെറ്റ്വർക്ക് ഉണ്ടാവും. റെഡ്യൂസ് കോസ്റ്റ് and store data reliably in a digital environment. നമുക്ക് കോസ്റ്റും കാര്യങ്ങളും കുറയ്ക്കാൻ പറ്റും, ഡാറ്റാസും കാര്യങ്ങളും സ്റ്റോർ ചെയ്യാൻ പറ്റും. നമുക്ക് ഈ ഡിജിറ്റൽ എൻവയോൺമെന്റിൽ ഇൻഫർമേഷൻസും കാര്യങ്ങളൊക്കെ നമുക്ക് അറിയുന്നത് സെർവർ ക്ലൗഡ്സിലൊക്കെ സ്റ്റോർ ചെയ്യാൻ പറ്റും എന്നുള്ളത്. സ്റ്റോർ ഡാറ്റ റിയലബിളി ഇൻ എ ഡിജിറ്റൽ എൻവയോൺമെന്റ്. ഡിജിറ്റൽ എൻവയോൺമെന്റിൽ ആ ഡാറ്റ സ്റ്റോർ ചെയ്യാൻ പറ്റും. റെഡ്യൂസ് കോസ്റ്റ്. നമുക്കറിയാലോ, നിങ്ങൾ മെഡിക്കൽ റെക്കോർഡ്സിനെ കുറിച്ച് പഠിച്ചിട്ടില്ലേ? മെഡിക്കൽ റെക്കോർഡ് പഠിച്ചിട്ടുള്ള ഉപയോഗമാണ്. സോ മെഡിക്കൽ റെക്കോർഡ്സും കാര്യങ്ങളും മെയിൻറ്റെയിൻ ചെയ്യാന്ന് പറഞ്ഞാൽ കോസ്റ്റ്ലി ആയിട്ടുള്ള ഒരു പ്രോസസ് അല്ലേ. നല്ലൊരു ഏരിയ വേണം, ഈ ഇൻഫർമേഷൻസ് കാര്യങ്ങൾ സ്റ്റോർ ചെയ്യണം, അത് കേടുപാടുകൾ വരാതെ സൂക്ഷിക്കണം. അതൊക്കെ എക്സ്പെൻസീവ് ആയിട്ടുള്ള പ്രോസസ്സാണ്. പക്ഷെ ഒരു സോഫ്റ്റ്വെയർ ഇംപ്ലിമെന്റ് ചെയ്യണമെന്നേ ഉള്ളൂ, നമുക്ക് കോസ്റ്റ് കുറവായിരിക്കും, അതിന്റെ മെയിൻ്റെനൻസ് കോസ്റ്റ് വളരെ കുറവായിരിക്കും അല്ലെ. ഒരു സോഫ്റ്റ്വെയർ എന്ത് ചെയ്ത് കഴിഞ്ഞാൽ ഇംപ്ലിമെന്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ വർക്കിങ്ങിന് വേറെ ചെലവൊന്നും വരുന്നില്ല. ഇംപ്രൂവ് സർവീസ് ക്വാളിറ്റി, നമ്മുടെ ഹോസ്പിറ്റൽ പേഷ്യന്റ് കെയറും കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ ഇംപ്രൂവ് ചെയ്യാൻ പറ്റും. ഇംപ്രൂവ് സർവീസ് ക്വാളിറ്റി ഇംപ്രൂവ് ചെയ്യാൻ പറ്റും. അസിസ്റ്റ് മാനേജേഴ്സ് ഇൻ ഡിസിഷൻ മേക്കിംഗ്, നമുക്ക് മാനേജേഴ്സിനെ ഡിസിഷൻ മേക്കിംഗ് പ്രോസസ്സിൽ നല്ല രീതിയിൽ അസിസ്റ്റ് ചെയ്യാൻ പറ്റും. ഫാസ്റ്റ് ഡാറ്റ കളക്ഷൻ, നമുക്ക് ഡാറ്റാസ് കാര്യങ്ങൾ നല്ല രീതിയിൽ കളക്ട് ചെയ്യാനായിട്ട് പറ്റും. സ്പീഡ് അപ്പ് ആൻഡ് സിംപ്ലിഫൈ ഫിനാൻഷ്യൽ റിപ്പോർട്ട്സും കാര്യങ്ങളും സിംപ്ലിഫൈ ചെയ്യാൻ പറ്റും, സ്പീഡ് അപ്പ് ആക്കാനായിട്ട് ഈ ഒരു മാനേജ്മെന്റ് ഇൻഫർമേഷൻ സിസ്റ്റം ഹെൽപ്പ് ചെയ്യും. നമ്മള് എൻ്റയർ ഇൻഫർമേഷൻ സിസ്റ്റത്തിനെയാണ് മാനേജ്മെന്റ് ഇൻഫർമേഷൻ സിസ്റ്റം എന്ന് പറയുന്നത്. ഒന്ന് റീഡ് ചെയ്ത് നോക്കിയാൽ എല്ലാവരും മാനേജ്മെന്റ് ഇൻഫർമേഷൻ സിസ്റ്റം.
എല്ലാവരും നോക്കിയോ? ഈ ഒരു ചാപ്റ്ററില് ഹോസ്പിറ്റൽ ഹെൽത്ത് കെയർ ഇൻഫർമേഷൻ സിസ്റ്റം പറയുന്ന പോർഷൻ ആണ് ഈ ഒരു ചാപ്റ്ററിലെ ഹോസ്പിറ്റൽ മാനേജ്മെന്റ് സിസ്റ്റത്തിൽ എടുത്തത്. ചെറിയൊരു പോർഷൻ ആണ്. എല്ലാവരും നന്നായിട്ട് റീഡ് ചെയ്ത് നോക്കാം. ഇതിന് ഡൗട്ട്സോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നെക്സ്റ്റ് ക്ലാസ്സിൽ ചോദിക്കണം. പിന്നെ നമുക്ക് ഓരോ ദിവസമായിട്ട് ഓരോ ചാപ്റ്റേഴ്സ് ഓരോ ചാപ്റ്റേഴ്സും റിവൈസ് ചെയ്യാനാണ് വിചാരിക്കുന്നത്. റിവിഷൻ പോലെ കണ്ടക്ട് ചെയ്യാനാണ് വിചാരിക്കുന്നത്. അപ്പോൾ ഞാൻ ഇനി ആദ്യമായിട്ട് എടുത്ത ചാപ്റ്റർ ഓർമ്മയുണ്ടോ? മൊഡ്യൂൾ 5 ഏത് ചാപ്റ്ററാണ് ആദ്യം എടുത്തതെന്ന് ഓർമ്മയുണ്ടോ? ഓർമ്മയുണ്ടോ? ചാപ്റ്റർ ഓർമ്മയില്ല. മാർക്കറ്റിംഗ് മാനേജ്മെന്റ് അല്ലേ? ഓക്കെ, അപ്പൊ അതൊന്ന് നോക്കിയിട്ട് വരാം. ചാപ്റ്റർ 6 മാർക്കറ്റിംഗ് മാനേജ്മെന്റ് ഇൻ ഹോസ്പിറ്റൽസ് ആണ് ആദ്യമായിട്ട് ഞാൻ എടുത്ത ചാപ്റ്റർ. അപ്പോൾ നെക്സ്റ്റ് ക്ലാസ്സിൽ ഫ്രൈഡേ ഞാൻ ഈ ഒരു ചാപ്റ്ററിന്റെ റിവിഷൻ ആയിരിക്കും കണ്ടക്ട് ചെയ്യാൻ പോകുന്നത്. ഈ ചാപ്റ്റർ ഒന്ന് റീഡ് ചെയ്തിട്ട് വരാം. ഇതിൽ നിന്ന് ചോദിക്കുന്ന മാക്സിമം ക്വസ്റ്റ്യൻസ് നമുക്ക് ഡിസ്കസ് ചെയ്യാം. അതേപോലെ തന്നെ ടോപ്പിക് ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ അന്ന് നമുക്ക് ക്ലിയർ ചെയ്യാം. ഓരോ ദിവസവും ഓരോ ചാപ്റ്റർ വൈസ് ആയിട്ടുള്ള റിവിഷനെ നമുക്ക് പോസിബിൾ ആകുള്ളൂ. എൻറ്റയർ ആയിട്ട് എല്ലാ ചാപ്റ്ററും ഒന്നും കൂടി പറഞ്ഞു പോകാനുള്ള ടൈം നമുക്കില്ല. അപ്പോൾ ഒരു ദിവസം ഒരു ചാപ്റ്റർ വൈസ് നമുക്ക് റിവൈസ് ചെയ്യാം. ഓക്കെ അല്ലേ? നെക്സ്റ്റ് ഫ്രൈഡേ നമുക്ക് ഒരു ചാപ്റ്റർ റിവൈസ് ചെയ്യാം. എന്റെ ക്ലാസ് മാത്രമേ ഉള്ളൂ നിങ്ങൾക്ക്. ഈ ക്ലാസ്സോട് കൂടി ക്ലാസ് വേറെ ഇല്ല കേട്ടോ. 15 മിനിറ്റ്സിന്റെ ക്ലാസ് ഇല്ല. ഓക്കെ, ക്ലിയർ അല്ലേ? എന്റെ ക്ലാസ്സോട് കൂടി കംപ്ലീറ്റ് ആണ്. വേറെ ക്ലാസ് ഇല്ല കേട്ടോ. അപ്പൊ താങ്ക് യു ഓൾ. നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ വരുമ്പോൾ മാർക്കറ്റിംഗ് മാനേജ്മെന്റ് നന്നായിട്ട് നോക്കിയിട്ട് വരാം. താങ്ക് യു ഓൾ. താങ്ക് യു മാം.